സ്വരാജ്, ഏതായാലും ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ CPM-നെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളുടെ ഭാഗമായി വരുന്ന വിഷയങ്ങളെല്ലാം പലതും വളരെ അടുക്കി തന്നെ സ്വരാജിൻ്റെ മുൻപിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. പലതിനും താങ്കളുടേതായ വിശദീകരണം വേണ്ടതുകൂടിയാണ്. അതുകൊണ്ട് ഞാനൊന്നും ആവർത്തിക്കുന്നില്ല, നേരിട്ട് താങ്കളിലേക്ക്. തീർച്ചയായും ബഹുമാന്യനായ വീക്ഷണത്തിൻ്റെ മുൻ എഡിറ്റർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ വീക്ഷണത്തിൻ്റെ ആണെങ്കിൽ പോലും ഒരു എഡിറ്റർ എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനമായിട്ടല്ല എനിക്ക് തോന്നിയത്. അത് സാധാരണ നിലയിലൊരു കോൺഗ്രസ് പ്രവർത്തകൻ, എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അല്ല, ചില കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുമാവട്ടെ, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെ പറയണം എന്നുള്ളത് എനിക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ, നിർബന്ധിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ തലക്കെട്ടുകളും വാർത്തകളും ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂഷണമല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ട് ഭൂഷണമല്ല? ഏത് മാധ്യമത്തിൻ്റെയും വാർത്തയും തലക്കെട്ടും ചർച്ച ചെയ്യാൻ ഒരു പ്രേക്ഷകന്, ഒരു വായനക്കാരന് അവകാശമുണ്ട്. വേറെ ആരും ആവണ്ട അതിന്. അങ്ങനെയുള്ള ചർച്ചകളാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തെയും മാധ്യമ പ്രവർത്തനത്തെയും ഒക്കെ മുൻപോട്ട് നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയവും നയവും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്താണ്? സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നത് അസാധ്യമാകും വിധം കേരളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ വന്ന ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അത് എൻ്റെ ആരോപണമല്ല, വസ്തുതയായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകാതിരിക്കുകയും പകരം ചോദിക്കുന്നു, പിണറായി സർക്കാർ എന്ന് പറഞ്ഞു. LDF സർക്കാർ എന്ന് പറഞ്ഞാൽ പോരെ, പിണറായി സർക്കാർ എന്ന് പറയുന്നത് എന്തിനാണെന്ന്. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. കാരണം ഏത് കാലത്തും ആരാണോ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പേരിൽ സർക്കാരിനെ പറയുന്നത് പുതിയ കാര്യമാണോ? LDF സർക്കാർ, UDF സർക്കാർ എന്നൊക്കെ പറയും. അതോടൊപ്പം മുഖ്യമന്ത്രിമാരുടെ പേരിൽ പറയാൻ EMS സർക്കാർ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങ് കരുണാകര സർക്കാർ, ആൻ്റണി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ കേട്ടിട്ടില്ലേ? അത് അതിശയമായിരിക്കുന്നു. ഇന്ദിരാ ഗവൺമെൻറ് കേട്ടിട്ടില്ലേ? നെഹ്റു ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ് നമ്മൾ പറയാറില്ലേ? ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പേരിൽ സർക്കാരുകളെ അഭിസംബോധന ചെയ്യുന്ന രീതി ഗവൺമെൻറ്റുകളോളം പഴക്കമുള്ളതാണ്. അത് എത്രയോ പുസ്തകങ്ങളിലും രേഖകളിലും വാർത്തകളിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നെഹ്റു ആൻഡ് കമ്പനി എന്ന് ആക്ഷേപിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇന്ദിര ആൻഡ് കമ്പനി എന്ന് ആക്ഷേപിക്കാവുന്ന അവസരം അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിട്ടും അങ്ങനെ ഒരു പ്രയോഗം ഞാൻ കേട്ടിട്ടില്ല. മോദി ആൻഡ് കമ്പനി എന്ന് നിങ്ങൾ പോലും പറയും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഘട്ടത്തിൽ പറയുന്നതിലെ വാർത്താ താല്പര്യത്തിനപ്പുറമുള്ള രാഷ്ട്രീയ താല്പര്യം വികൃതമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങേക്കത് ബോധ്യമാകുമോ എന്നത് എൻ്റെ പ്രശ്നമല്ല, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ചോർത്തി കിട്ടുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു, ചോർത്തിയോ ചോർത്താതെയോ കിട്ടട്ടെ, പക്ഷെ കൊടുക്കുന്ന വാർത്ത ശരിയാണ്, വസ്തുതയാണ് എന്ന് കൊടുക്കുന്ന നിമിഷത്തിലെങ്കിലും ബോധ്യം ഉണ്ടാവണം. അല്ലെങ്കിൽ അത് മാധ്യമപ്രവർത്തനമല്ല. യാതൊരു ബോധ്യവുമില്ലാതെ കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ചർച്ചയിൽ രൂക്ഷ വിമർശനം എന്ന് പറയാമോ? അങ്ങനെ പറഞ്ഞാൽ അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സ് ഉയർത്തുമോ? അത് മാധ്യമപ്രവർത്തനത്തിന് ഭൂഷണമാണോ? അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, 57 മുതൽ ഭാവി കേരളം എന്ന് പറയുന്നു, ഇതുവരെ നവകേരളം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതൊന്നും ശരിക്കും അങ്ങേപ്പോലൊരാൾ ചോദിക്കേണ്ട ചോദ്യമല്ല. കേരളം വികസിച്ചു വരികയല്ലേ ചെയ്യുന്നത്? കേരളം ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ സ്വയം അടയാളപ്പെടുത്തിയ മഹത്തായ മുന്നേറ്റങ്ങൾ എത്രയുണ്ട്? കുടിയിറക്കൽ നിരോധന നിയമം രാജ്യത്തിന് മാതൃകയായ ഒരു വലിയ മുന്നേറ്റമായിരുന്നില്ലേ? പിന്നീടത് സമഗ്ര ഭൂപരിഷ്കരണമായി വളർന്നില്ലേ? നമ്മുടെ നാട് സാക്ഷരതയുടെ കാര്യത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് കുതിച്ചുചാട്ടം നടത്തിയ സമ്പൂർണ്ണ സാക്ഷരത ഒരു സുപ്രധാന ചുവടുവയ്പല്ലേ? ക്ഷേമ പെൻഷനുകൾ, ക്ഷേമ പദ്ധതികൾ, ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ ആരംഭിച്ച നേട്ടം ഒരു കാലത്തിൻ്റെ പ്രത്യേക നേട്ടമായിരുന്നില്ലേ? ജനകീയ ആസൂത്രണം, കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ റോഡുകൾ എന്നു മുതലാണ് കറുത്ത നിറവുള്ളത്, ടാർ ചെയ്ത റോഡായി മാറിയത്? ആ കാലത്തൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ ഗ്രാമത്തിൽ വന്ന മാറ്റം എനിക്ക് പറയാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടു വരുന്നത് കേരളം. നവകേരളം എന്ന് പറയുന്നത് പുതിയൊരു സ്വപ്നമാണ്. പുതിയൊരു വിധാനത്തിലേക്ക് കേരളത്തെ ആനയിക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയാണ്. ആ പരിശ്രമത്തെ അതിൻ്റെ ഗൗരവത്തിൽ കാണുകയും വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. ഇങ്ങനെ കൂടി വേണം, അല്ലെങ്കിൽ ഇന്നത് വിട്ടുപോയി, അല്ലെങ്കിൽ ഇന്നത് ഉൾപ്പെടുത്തേണ്ടതാണെന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങളെ
എപ്പോഴും സ്വാഗതം ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ അങ്ങ് പല കാര്യങ്ങളും പറഞ്ഞത് വസ്തുതയുമായി പൊരുത്തപ്പെടുന്നതേയല്ല. അത് അങ്ങേപ്പോലെ ഒരാൾ പറയേണ്ടതും അല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇപ്പോൾ സഹകാരികളുടെ സംഗമം നടത്തിയില്ല, ആരാ പറഞ്ഞത്? പല ജില്ലകളിലും സഹകാരികളുമായിട്ടുള്ള സംഗമം നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നില്ല എന്ന് പറയും. അതിന് കാരണം കരുവന്നൂരാണെന്ന് പറയും ചെയ്യും. എന്തൊരു പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. കരുവന്നൂർ ഇപ്പോൾ എല്ലാവർക്കും അറിയും, കരുവന്നൂർ അറിയും. എന്നാൽ കേരളത്തിൽ എത്ര സഹകരണ സ്ഥാപനങ്ങൾ ആകെയുണ്ട്? അതിൽ എത്ര എണ്ണത്തിൽ ക്രമക്കേടുണ്ട്? ആ ക്രമക്കേടുള്ളതിൽ എത്ര എണ്ണം ഇടതുപക്ഷ ഭരണത്തിലുണ്ട്? അങ്ങ് ആ കണക്ക് വെച്ച് സംസാരിക്കുമോ? വയനാട്ടിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ജയിൽ കിടന്നതിനാണ്. CPMൻ്റെ സെക്രട്ടറിയാണ് ജയിൽ കിടന്നതെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ജയിലിൽ കിടന്ന ബാങ്ക് വയനാട് ജില്ലയിലല്ലേ? വേലായുധൻ്റെ ആത്മഹത്യ അങ്ങ് മറന്നു. NM വിജയനും മകനും ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിട്ടല്ലേ മരിച്ചത്? ഞാനിതൊന്നും പറയണമെന്ന് കരുതിയതല്ല. കാരണം സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇത്തരം വാർത്തകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ 0.01% പോലും ക്രമക്കേടില്ല. എന്നാൽ വിരലിലെണ്ണാവുന്നിടത്ത് തട്ടിപ്പും ക്രമക്കേടും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അവസാനിപ്പിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും വേണം. അത് കരുവന്നൂരായാലും പുൽപ്പള്ളി ആയാലും ബത്തേരി ആയാലും ഒക്കെ നമുക്ക് ഒരേ മനസ്സോടെ തള്ളി പറയാൻ പറ്റണം. ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു ക്രമക്കേടുണ്ടായാൽ അത് നമ്മൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ആ പ്രചരണ ഘോഷത്തിനിടയിൽ മറ്റ് തട്ടിപ്പ് നടന്ന ബാങ്കുകളുടെ കാര്യം ഒളിപ്പിക്കുകയും ചെയ്യരുത്. അത് ഒരു സത്യസന്ധതയില്ലായ്മയാണ്. ഞാൻ കരുവന്നൂരിനെ തള്ളി പറയുന്നു, എൻ്റെ പാർട്ടി തള്ളി പറയുന്നു. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ചുമതല ഉള്ള ആളുകളുടെ പേരിൽ നടപടി സ്വീകരിച്ചു, കർശനമായ നടപടി സ്വീകരിച്ചു. ആ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിക്ഷേപകർക്കിപ്പോൾ പണം തിരിച്ച് കിട്ടിത്തുടങ്ങി. അതോടൊപ്പം കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തെ മലീമസമാക്കുന്ന എല്ലാ വാർത്തകളെയും നമുക്ക് സമീപിക്കാൻ പറ്റണം. അങ്ങ് കരുവന്നൂരെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ആ ഒരു കരുവന്നൂർ ഒഴികെ ബാക്കിയൊക്കെ കോൺഗ്രസ് ഭരണസമിതി ഉള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതും വളരെ മാതൃകാപരമായി കോൺഗ്രസ് ഭരണസമിതി പ്രവർത്തനം നടത്തുന്ന ബാങ്കുകളും നാട്ടിലെമ്പാടും ഉണ്ട്. അതെല്ലാം ശ്ലാഘിക്കേണ്ടതുമാണ്. നമുക്ക് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണടയിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് ശരിയാവില്ല. തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ആർജവം, അവിടെ കൊടിയുടെ നിറവും നോക്കണ്ട. ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയുടെ ഭാഗത്തൊരു ബാങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്താലും അത് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിനെ നമുക്കങ്ങ് തുറന്ന് എതിർത്താൽ മതി രണ്ടു കൂട്ടർക്കും. അതല്ലാതെ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ബാക്കി ഒളിപ്പിക്കാൻ നോക്കണ്ട. അത്രമാത്രമേ ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഇവിടെ ജിമ്മിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഞങ്ങൾ സഹകരിച്ചില്ല. ഞങ്ങൾ സഹകരിക്കാഞ്ഞത് അത് തട്ടിപ്പായതുകൊണ്ടാണ്. ഇപ്പോൾ VD സതീശൻ സ്വമേധയാ പിന്തുണന്ന് സഹകരിച്ചതല്ലല്ലോ. അദ്ദേഹം പരമാവധി പാരവെക്കാൻ ശ്രമിച്ചില്ലേ? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? 3 ലക്ഷം സംരംഭങ്ങൾ 1 ലക്ഷമെങ്കിലും നിക്ഷേപം കൊടുത്താൽ 30,000 കോടി വരും അല്ലേ? ഞാൻ പരിഹസിക്കുന്നൊന്നുമില്ല. നാവുപിഴയാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. പക്ഷെ വെറും നാവുപിഴയാണോ? ഒരു പോയിൻ്റ് മുൻപോട്ട് വെച്ച് അതിനെ സാധൂകരിക്കാൻ പറഞ്ഞ കണക്കാണ്. അപ്പോൾ ആ കണക്ക് തെറ്റുമ്പോൾ ആ പോയിൻറ്റും തെറ്റിപ്പോയി ഇല്ലേ? തെറ്റിപ്പോയി. അവസാനം കേരളത്തിൽ ഇതിനെ പിന്തുണയ്ക്കുകയല്ലാതെ ഗത്യന്തരമില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം സഹകരിച്ചത്. അതിനെ ഞാൻ സ്വാഗതം ചെയ്തു, നന്നായി. എന്നാൽ അത് ജിമ്മ് പോലെയാണോ? കേരളത്തിൽ വ്യവസായ സംരംഭകത്വ വർഷം ആചരിച്ചപ്പോഴേ മലയാള മനോരമ ഒരു പ്രത്യേക സ്റ്റോറി ചെയ്തു. ആ സ്റ്റോറിയുടെ തലക്കെട്ട് എന്തായിരുന്നു അറിയോ? 1 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു എന്ന വലിയ ഒരു ആഹ്ലാദകരമായ വാർത്ത, എല്ലാ മലയാളിക്കും സന്തോഷം നൽകുന്ന വാർത്ത വന്നപ്പോൾ മലയാള മനോരമ ഒരു കൊട്ടേഷൻ എടുത്തു. അവർ കൊടുത്തത് ലക്ഷണമൊത്ത കള്ളം എന്നാണ്. അതായത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇത് വെറുതെ കള്ളം പറയുകയാണെന്നാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതേ സമയത്ത് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് ഓൺലൈനിൽ ഗവേഷക സ്വഭാവമുള്ള ഒരു പ്രബന്ധം എന്ന് പറയാവുന്ന ഒരു വലിയ വാർത്ത, ഒരു ദീർഘ വാർത്ത, ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചു. അതിലെന്താ പറയുന്നത് അറിയോ? തമിഴ്നാട്ടിലെ തിരുപ്പൂരെടുത്ത കാങ്ങയം എന്ന് പറയുന്ന സ്ഥലത്ത് വൻതോതിലുള്ള വെളിച്ചെണ്ണ വ്യവസായം ശക്തിപ്പെട്ടിരുന്നു കുറേ വർഷങ്ങളായിട്ട്. എല്ലായിടത്തും വെളിച്ചെണ്ണ മില്ലുകൾ, ആയിരങ്ങൾ പണിയെടുക്കുന്നു. അവിടെ നിന്ന് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് ടാങ്കറിലും പാക്ക് ചെയ്തും ഒക്കെയായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയാണ് വിപണി, ഉൽപ്പാദനം. അവിടെ വലിയ സ്തംഭനം ഉണ്ടായി, നിരവധി മില്ലുകൾ പൂട്ടി. അവിടുത്തെ പ്രശസ്തമായ ഒരു മില്ലിൻ്റെ മുതലാളി ആത്മഹത്യ ചെയ്തു. ഇതാണ് മനോരമയുടെ വാർത്ത. അതിനെ സംബന്ധിച്ച് അവരുടെ ലേഖകൻ ഒരു പഠനം നടത്തി.
ആ പഠനത്തിൻ്റെ റിസൾട്ട് അവർ കൊടുക്കുന്നത് സംരംഭകത്വ വർഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ചെറുകിട മില്ലുകൾ 3-4-5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ചെറിയ മെഷീൻ വീടുകളിൽ തന്നെ സ്ഥാപിച്ച് കുടിൽ വ്യവസായം എന്നതുപോലെ 3000-ഓളം എന്നാണ് എൻ്റെ ഓർമ്മ, അത്തരത്തിലുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. ഇവിടെ തന്നെ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഓരോ ഗ്രാമത്തിലും മായം ചേർക്കാത്ത വെളിച്ചെണ്ണ എന്ന പേരിൽ ഇത് വിപണിയിലെത്തി. എല്ലാവരും ഇത് വാങ്ങാൻ തുടങ്ങി. അതോടുകൂടി കാങ്ങയത്തെ വെളിച്ചെണ്ണ വ്യാപാരം പൂട്ടി. മില്ലുടമ ആത്മഹത്യ ചെയ്തു. ഇത് മനോരമയുടെ ഓൺലൈനിൽ വന്നതാണ്. മനോരമ TV ലക്ഷണമൊത്ത കള്ളം എന്ന് പറയുകയും മനോരമ ഓൺലൈൻ ഇതിനെ വസ്തുത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യമല്ല ജിമ്മിൻ്റെ കാലത്തുണ്ടായിരുന്നത്. അതാണ് വ്യത്യാസം. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് AK ബാലൻ അങ്ങനെ പറഞ്ഞു. സഖാവ് AK ബാലൻ, അതുപോലെ തന്നെ ആനാവൂർ നാഗപ്പൻ, PK ശ്രീമതി ടീച്ചർ, ഈ 3 പേരുടെയും പ്രതികരണങ്ങൾ ഇന്ന് ദേശാഭിമാനിയിൽ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരാണ്. അവർക്ക് ആ ആദരവും പ്രസക്തിയും എല്ലാ കാലത്തും CPM-ൽ ഉണ്ടാവുകയും ചെയ്യും, സംശയമില്ല. അദ്ദേഹം പറഞ്ഞതിനെ എത്ര വക്രീകരിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, CPIM-ൽ സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലുമൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്ന എത്രയോ പേരുണ്ട്. വസ്തുതയാണ്. നിങ്ങൾ പറഞ്ഞ പേരുകാർ, അതല്ലാത്ത പേരുകാരും ഇങ്ങനെയെല്ലാം ഉള്ള കമ്മിറ്റികളിൽ ഉൾപ്പെടാൻ യോഗ്യരാണ്. ഒരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ 89 അംഗമാണ് കമ്മിറ്റി. KPCC-യിൽ എത്ര അംഗമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കാതെ പറയാൻ പറ്റുമോ? മുമ്പൊരു KPCC സെക്രട്ടറി പറഞ്ഞ ഞങ്ങൾക്ക് KPCC എക്സിക്യൂട്ടീവ് കൂടണമെങ്കിൽ മറ്റേ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ സംവിധാനം അങ്ങനെ, ഞാൻ പരിഹസിക്കുന്നില്ല, നിങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങൾക്ക് എത്ര പേരെയും എടുക്കാം. പക്ഷേ ഞങ്ങൾ 89 പേരെ കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ളൂ. 17 അംഗമാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ്. അത് ഞങ്ങൾ പിന്തുടരുന്നൊരു ശൈലിയാണ്. യോഗം കൂടാനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് അർഹരായിട്ടുള്ളവർ കമ്മിറ്റിയിൽ പരിഗണിക്കേണ്ടവർ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എല്ലാ തലത്തിലും ഉണ്ട്, ജില്ലാ തലത്തിൽ, ഏരിയ തലത്തിലൊക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാം അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുകയും അവരുടെ കൂടി അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങേക്ക് വേണ്ട. പിന്നെ ആശക്കാരുടെ കാര്യമൊന്നും ഇനി പറയരുത് ദയവായിട്ട്. പാർലമെൻറ്റിൽ ഇന്നെല്ലാം വ്യക്തമായി. പാർലമെൻറ്റിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഞങ്ങൾക്കൊറ്റ കാര്യമുള്ളൂ, തിരുവനന്തപുരത്ത് ആശാമാരുടെ സമരത്തെയൊന്നും ഞാൻ പരിഹസിക്കാനോ വിമർശിക്കാനോ പോകുന്നില്ല. ആ സമരം നടത്തേണ്ടത് ഡൽഹിയിലായിരുന്നു, അത്രയേ ഉള്ളൂ. സ്ഥലം തെറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. അത് അജ്ഞത കൊണ്ട് തെറ്റിയതല്ല, അത് കുനുഷ്ട ബുദ്ധി കൊണ്ട് നടത്തുകയാണ്. അത് എല്ലാവർക്കും വ്യക്തവുമാണ്. യെസ്.